ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ തന്നെ നല്ലൊരു ഹെയർ ഓയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇലകൾ, അതായത് ഔഷധ ഗുണങ്ങളുള്ള ഇലകൾ വെച്ചിട്ടാണ് അധികം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. കാരണം നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന, അതായത് സ്കിന്നിലും ഹെയറിനും ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ആര്യവേപ്പ്. ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഒക്കെ പ്രോപ്പർട്ടീസ് അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തലയിലേക്ക് വരുമ്പോൾ ഈ തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അതുപോലെ പേൻ ശല്യം, പേനിൻ്റെ അതായത് അതിൻ്റെ ഈ ഉൽപാദനശേഷി കുറക്കാനൊക്കെ നമുക്ക് ഈ ഒരു നീം സഹായിക്കും. അപ്പം ഞാൻ നീമിൻ്റെ ലീവ്സ് ഇതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അതേപോലെ താരനൊക്കെ ഉള്ളവർക്ക് നീം നല്ലതാണ്. പിന്നെ നമ്മൾ എടുക്കുന്നത് തുളസിയാണ്. ഈ നീരിറക്കൊക്കെ വരുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ തുളസി. അപ്പോൾ അതൊക്കെ ഞാൻ അത്യാവശ്യം ഒരു നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ആ ഒരു അളവിലാട്ടോ എടുക്കുന്നത്. ഞാൻ 1 ലിറ്റർ എണ്ണയ്ക്കുള്ള കൂട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാതും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല, എല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന തുളസി, ആര്യവേപ്പൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു നാടൻ 3 നെല്ലിക്കയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നെല്ലിക്ക ഇതേപോലെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലോണം സഹായിക്കുന്നൊരു സംഭവമാണ്. ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. തുളസി ഇതേപോലെ നമ്മുടെ കുട്ടികളെ തലയിലൊക്കെ ഉണ്ടാകുന്ന പേനും അങ്ങനത്തെ ശല്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാതും ഞാൻ നല്ലോണം കഴുകിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ എടുത്തിട്ടുള്ളത് കറിവേപ്പാണ് കേട്ടോ. കറി ലീവ്സ് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് തൊടിയിൽ നിന്ന് കിട്ടിയതാണ്. കറി ലീവ്സ് ഒന്നും ഒരിക്കലും നിങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങിക്കരുത്. കാരണം അത്രയും എന്താ പറയുക, ഈ കറിവേപ്പ്, അതുപോലെ മല്ലിയില, പുതിനയിലൊക്കെയാണ് കൂടുതൽ പ്രിസർവേറ്റീവൊക്കെ അടിക്കുന്നത് എന്ന് പറയുന്നത് കേൾക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ നല്ലത് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങളെ തൊടിയിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ഞാൻ കുറച്ച് ചെമ്പരത്തി ഇല, അതേപോലെ മൈലാഞ്ചി ഇല ഒക്കെ എടുത്ത് നല്ലോണം കഴുകുന്നുണ്ട് എല്ലാതും. എല്ലാവരും ഒരു ജസ്റ്റ് ഒരു അളവ് നിങ്ങൾ എടുക്കുക കേട്ടോ. ഇതാണ് നമുക്കൊക്കെ നമ്മളെ പണ്ടൊക്കെ നമുക്ക് മുടികൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉമ്മയ്ക്ക് കാച്ചി തന്ന എണ്ണയായിരുന്നു. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ലൊരു സ്മെല്ലുമാണ് കാച്ചി എണ്ണയ്ക്ക് അല്ലേ. അപ്പോൾ നമ്മൾ കൂടുതൽ നീലയമരി, നമുക്ക് കിട്ടാത്ത സംഭവങ്ങളൊന്നും ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ എന്താണോ പണ്ട് ഉപയോഗിച്ചത് ആ ഒരു എണ്ണ തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഈ ഒരു കാലത്ത് നല്ല ഹെയർ ഫോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓയിലാണ്. പിന്നെ എനിക്ക് കുറച്ച് അലോവേര കിട്ടിയതുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആ കഴുകി വെച്ച ഇലകളൊക്കെ ഇതിലിട്ട് അരക്കാം. വെള്ളം ചേർക്കണ്ട. അലോവേര നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ചേർക്കുക. എന്നിട്ട് ഞാൻ ആ ഇലകളൊക്കെ അരച്ചെടുത്തതാണ്. ഒരു അരമുറി വലിയ ഉള്ളിൻ്റെ കഷ്ണം കൂടി ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി കിട്ടുകയാണെങ്കിൽ, ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ അതും യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഇനി ഞാൻ 1 ലിറ്റർ എണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈ കൂട്ടിലോട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അത് നമ്മളെ എണ്ണ പ്രിപ്പയർ ചെയ്ത് ഒരു അരമണിക്കൂർ ആയിട്ടാണ് തുടങ്ങിയിട്ട്. നല്ലോണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കണം ഏറ്റവും നല്ലത് കേട്ടോ. ഹെയർ ഓയിലൊക്കെ നമുക്കിവിടെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളെ ഓയിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്തിരുന്നത് ഉലുവയാണ് കേട്ടോ. ഉലുവ നമ്മുടെ ഹെയർ ഫോളിനെ നല്ലോണം കൺട്രോൾ ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു 8-9 നമ്മുടെ നാടൻ ചെമ്പരത്തി ഇല ഉണ്ടല്ലോ, ഈ 5 ഇതൾ ചെമ്പരത്തി ഇല, അതിലാണ് കൂടുതൽ ഗുണങ്ങളുള്ളതെന്ന് കേൾക്കാം. അപ്പോൾ അതാണ് ഞാനൊരു 9 എണ്ണ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് പിച്ചിയിട്ട്, പൂവായതുകൊണ്ട് അത് നേരത്തെ ഇടണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പം നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പൂവാങ്കുരുന്നലിൻ്റെ ഇല കിട്ടിയത് കേട്ടോ. അപ്പോൾ ഈ പൂവാങ്കുരുന്നലൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ
നിങ്ങളത് ആ പച്ചിലകൾ അരച്ച സമയത്ത് തന്നെ ചേർത്ത് അരക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിട്ട് കൊടുത്ത് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഇത് കാട്ടുതെച്ചിയും പനിക്കൂർക്കയാണ് കേട്ടോ. ഇത് ഞാൻ ഉണക്കി സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഡ്രൈ ചെയ്യാത്ത ഫോമിൽ ഇടാം കേട്ടോ. ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനെ അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. പനിക്കൂർക്കൊക്കെ നമ്മൾ കുട്ടികളെ പനി, നീരിറക്കം അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് നമുക്കും ചിലർക്കൊക്കെ പെട്ടെന്ന് നീരിറക്കം വരും, എല്ലാ ഓയിലും പറ്റൂല, അത് അങ്ങനത്തെവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാണ് ഈ ഓയിൽ കേട്ടോ. ഞാൻ അതും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓവർ ഫ്ലെയിം ഈ ടൈമിലൊന്നും കൂട്ടി വെച്ചിട്ടില്ല കേട്ടോ. നമ്മളിതിൻ്റെ പാകം ആയിട്ട് ഒരു മണൽപ്പരിവ് അതിൻ്റെ ഒരു വേസ്റ്റ് ആയി കിട്ടണം. അല്ലാതെ നമ്മളിത് എടുത്തിട്ടുണ്ടെങ്കിൽ നീരിറക്കം വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. എണ്ണ കാച്ചുമ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ലൊരു ഡാർക്ക് ഓയിലായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കറിവേപ്പൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് മുടി ഇങ്ങനെ നരക്കുന്ന പ്രശ്നമുള്ളവർക്ക് നല്ലതാണ്. അതേപോലെ മുടിക്ക് വളർച്ചയ്ക്ക്, ഹെയർ ലോസിന് ഒക്കെ ഇത് നല്ലോണം, അതേപോലെ മുടിൻ്റെ ഹെയർ ഗ്രോത്തിന് ഒക്കെ നല്ലതാണ് കേട്ടോ. ഇത്ര ഈസി ആയിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നുള്ളൂ നല്ലൊരു ഹെയർ ഓയിൽ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1 ലിറ്റർ എടുത്തിട്ട് നമുക്ക് ഇത്രയും ഞാൻ പീഞ്ഞ് അതിൻ്റെ ചണ്ടയ്ക്ക് ഊറ്റിയെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത്രയാണ് കിട്ടിയത്. പിന്നെ ഞാനതൊരു 100 ഗ്രാമിൻ്റെ ബോട്ടിലോട്ട് അത് ഒഴിച്ച് വെക്കുകയാണ് ചെയ്തത്. ഒഴിക്കുന്നതും അരിക്കുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, അതൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ശീലയിലാണ് ഞാനത് അരിച്ചെടുത്തത്. കഴിയുന്നത്ര അതിൽ നിന്ന് ഊറ്റിയെടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു 6 100 ഗ്രാമിൻ്റെ ബോട്ടിലും പിന്നെ ഒരു 50-60 മില്ലി കിട്ടിയിട്ടുണ്ടാവും. അത് 50-60 മില്ലി അല്ല, 100ൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പിന്നെ യൂസ് ചെയ്തിരുന്നു ഈ ബോട്ടിലാണ് കേട്ടോ. അത് ഇതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ 6 കുപ്പിയോളം നമുക്ക് 100 ഗ്രാമിൻ്റെ മുകളിലായിട്ട് കിട്ടിയിട്ടുണ്ട്.